ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഒരു സൺഡേ ആണ്. ഇന്ന് ശരിക്കും പിന്നെ ഭയങ്കര റിലാക്സിങ് ഒരു ഡേ ആണ്. ഇന്ന് പ്രത്യേകിച്ച് കുക്കിങ്ങോ അങ്ങനെ ഒന്നുമില്ല. ഇന്ന് ഭയങ്കര റിലാക്സ് ചെയ്തിരിക്കുന്ന ദിവസമാണ്. ചിലപ്പോൾ എവിടെയെങ്കിലും പോവും, ചിലപ്പോൾ എവിടെയും പോവില്ല. നല്ല എണ്ണയൊക്കെ ഇട്ട് കുളിച്ച് വീട്ടിലിരിക്കും. അപ്പം എന്തൊക്കെയാണ് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന സെൽഫ് കെയർ എന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലും കാണുന്ന പോലെ രാവിലെ തന്നെ ചായ ഇതില്ലാണ്ട് ദിവസം മുന്നോട്ട് എനിക്ക് പോകില്ല. അപ്പോൾ ഞാൻ ചായ ഇടാൻ വേണ്ടി പോവാണ്. കാശി ഉറക്കമാണ്. കാശി എണീച്ചിട്ടില്ല കേട്ടോ. ഇന്നലെ തന്നെ എല്ലാം അടുക്കൊക്കെ വെച്ചിട്ടാണ് കിടന്നത്. ഇപ്പം കണ്ടോണം കാശി എണീച്ച് വന്ന ഒരു 10 മിനിറ്റിൽ ഇവിടെ എല്ലാം വീണ്ടും വൃത്തിയേടാക്കും. മധുരം കുറവാണോ? ബിസ്ക്കറ്റ് വേണോ? വിശക്കല്ലേ കുറച്ച്. ഞങ്ങൾക്ക് രണ്ടാൾക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു ശീലമില്ല. വർക്കിംഗ് ഡേയ്സിൽ നമ്മളൊരു 12 മണിക്ക് മുമ്പായിട്ട് ബ്രഞ്ചായിട്ട് കഴിക്കും. ഞാൻ രാവിലെ എന്തായാലും ചായ കുടിക്കും, തന്നോണം ചായയും കുടിക്കാറില്ല. അപ്പോൾ നേരെ ബ്രഞ്ച് തന്നെയാണ് കഴിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ ഓവർനൈറ്റ് ഓട്സ് കഴിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ അതുമില്ല. പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ടും ഇവിടെ ടൈഗർ ബിസ്ക്കറ്റ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ചായയും ബിസ്ക്കറ്റും ഒക്കെ കഴിക്കുന്നത്. കാശിക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ കൊടുത്ത് ഞാൻ എൻ്റെ സ്കിൻ കെയർ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ സ്കിൻ കെയർ പെട്ടി. ഇത് നീലി പ്രങ്ങാതിൻ്റെ ഓയിലാണ്, ശേഷ ആയുർവേദൻ്റെ. നല്ല പോലെ മസാജ് ചെയ്യുക. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് ഇങ്ങനെ നിറയെ എണ്ണയൊക്കെ ഇട്ട് കുളിക്കാറ്. പണ്ടൊക്കെ നാട്ടിലായിരുന്നപ്പോൾ ഇടയ്ക്കൊക്കെ ചെയ്യായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ വീക്കെൻഡ് ഒരു ദിവസം മാത്രമാണ് കേട്ടോ ഇത്ര എണ്ണയൊക്കെ ഇട്ട് കുളിക്കുന്നത്. അതിന് സമയം കിട്ടാറുള്ളൂ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചൊരു മസാജറാണ് കേട്ടോ, നല്ലതാണ്. ഒരു 25 മിനിറ്റെങ്കിലും ചെയ്യണം. ഇതിൽ 3 കൺട്രോളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഏറ്റവും മുമ്പേ പറഞ്ഞ പോലെ ഞാനിത് ആമസോണിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു $50 എന്തായിരുന്നു ഈ ഒരു മസാജിൻ്റെ വില. ഇതിൽ 3 സെറ്റിങ്സ് ഉണ്ട്. സ്പീഡ് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഹെയർ മസാജ് ചെയ്യാനും ഫേസ് മസാജ് ചെയ്യാനും ഒക്കെ ഇതൊരു അടിപൊളി പ്രൊഡക്റ്റാണ്. എണ്ണയൊക്കെ തേച്ച് ഏകദേശം 1 മണിക്കൂറോളം ഞാൻ അങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഫേസ് മാസ്ക് ഇടാൻ വേണ്ടി പോവാണ്. ഇത് കുങ്കുമാതി സുവർണ ഉപ്താൻ എന്ന് പറയുന്ന ഒരു ഫേസ് മാസ്ക് ആണ് കേട്ടോ. ഇതൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തരാനും അതേപോലെ നമ്മുടെ ഫേസിലെ ടാനൊക്കെ പോകാനും ഭയങ്കര നല്ലതാണ്. ഇതിൽ വേറൊന്നും ഞാൻ ചേർക്കാറില്ല. ഈ പൗഡറും നമ്മുടെ തൈരുമാണ്. അത് ഇതേപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ്സ് ഒക്കെ വെക്കും.
അപ്പോൾ ഫേസ് ഫുള്ള് ഞാൻ മാസ്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റ് ഇത് മുഖത്ത് വെച്ച് ഇത് ഡ്രൈ ആവുന്നിടം വരെ വെക്കുക. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് കഴുകി കളഞ്ഞാൽ മതി. പിന്നെ നമ്മൾ എന്ത് മാസ്ക് മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോഴും കഴുത്തിൽ അപ്ലൈ ചെയ്യാനും ഓർക്കാം. കഥ പറയാം. അമ്മ പോയി എണ്ണയൊക്കെ എടുത്തിട്ട് പണ്ട് പൂപ്പാണ്ടി ഉണ്ട്. പൂപ്പാണ്ടി കാശിട്ട് പൂപ്പാണ്ടി പൂപ്പാണ്ടി എത്തിക്കായില്ലേ? ആരെ ഇട്ടോണ്ട് പോയി പൂപ്പാണ്ടി? കാശിന് എന്നെ കായിട്ട് എന്റെ കാച്ചേനെ പൂപ്പാണ്ടി പൂപ്പാണ്ടി കായിട്ട് അമ്മ അത്ര അമ്പൂറ്റ് പയ്യമ്മി. ഓ അമ്പൂറ്റി ഒന്ന് രക്ഷപ്പെട്ടു. പാത്ത് അമ്മയുടെ പാട്ട് കൊച്ചു കൊച്ചു പാട്ട് ഷണ്ടരി പാട്ടുവാനേ. എന്നിട്ട് പൂപ്പാണ്ടി എന്ത് ചെയ്തു പറഞ്ഞു? പൂപ്പാണ്ടിയാണ് ഇപ്പൊ കൈ ഇടിപ്പിച്ച പൊന്നുണ്ടേ. പിന്നെ പൂപ്പാണ്ടി അമ്മ നല്ലൊരു അടി കൊടുക്കട്ടെ. അമ്പൂറ്റി കളിക്കാൻ ഹെൽപ്പിന്. ഓക്കെ അമ്പൂറ്റി വരൂല്ലേ? ഇത് ഉരുക്ക് വെളിച്ചെണ്ണയാണ്. എന്താ ശി ഇതിവിടെ ഇരുന്ന് ആക്ച്വലി കട്ടിയായിക്കോ. ഞാൻ നിൽക്കുവാതെ ചൂട് മാറ്റട്ടെ. ഇത് ഏലാദി തൈലം, ഇത് ശേഷായ ഞങ്ങള് കാറ്റുമണിനെ കുപ്പിച്ചാൻ പോണേ. എന്നിട്ട് അവൾ എവിടെ പോവും? സ്റ്റാർ ഫിഷ് ഉണ്ടല്ലോ, അമ്മ കണ്ടല്ലോ സ്റ്റാർ ഫിഷിനെ. അമ്മ സ്റ്റാർ ഫിഷിനെ കണ്ടു. Good smell, Kashi? Is it good? അമ്മയുടെ ഫേഷ്യൽ മാസ്ക്. ഗുഡ്. You want it? You want some mask? You want some mask, Kashi? Pretty little baby, oh little baby. എന്താ ചേച്ചിനെ നോട്ട്? അതെന്താ ശ്രദ്ധിക്കോട്ടെ? മതി മതിയൊരു കൊച്ചു സുന്ദരി. ആദി തൈലമാണ്. പിന്നെ ഭയങ്കര എന്നെ പോലെ തന്നെ ഡ്രൈ സ്കിന്നാണ്. മതിയടാ കൊച്ചിരുത്ത. നമുക്ക് കാശിനെ കുളിപ്പിച്ചിറക്കിയിട്ട് വേണം. ഫാമിലി എവിടെ പോണ്? മതി. ഏകദേശമൊക്കെ ഉണങ്ങി. ഇനി നമുക്ക് കാശിനെ കുളിപ്പിച്ചൊക്കെ ഇറക്കാം. അത് കഴിഞ്ഞ് അവനെ ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞാൽ അവനവിടെ സമാധാനമായി ഇരുന്ന് കളിച്ചോളും. കുളിക്കാടാ കാശുകുട്ടി? കുളിക്കാം. കുളിച്ചില്ലേ? വേണ്ടേ? കുളിക്കണ്ടേ? എണ്ണയൊക്കെ തേച്ച് തൈലമൊക്കെ തേച്ച് മാസ്ക് ഒക്കെ ഇട്ടിരിക്കുകയാണ് അവൻ. നോക്കട്ടെ സുന്ദരനായോ നോക്കട്ടെ. ഹാൻഡ്ഷം ബോയ് ആണോ നോക്കട്ടെ.
ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡ് വന്നിട്ടുണ്ട്. ഇത് ബിരിയാണിയാണ്. കെലോണയിൽ ആകെ മിസ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളി ഫുഡ് ഇവിടെ കിട്ടില്ല. മലയാളി കടകളൊന്നും തന്നെ ഇല്ല. ഇതൊരു നോർത്ത് ഇന്ത്യൻ കടയിലെ ബിരിയാണിയാണ്. മാസ്ക് ഇപ്പം നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാസ്കൊക്കെ ഫുൾ കഴുകി കളയാം. ഇനി ഇത് കഴിഞ്ഞാൽ ഞാൻ മുഖത്ത് ഒരു ധന്വന്തരി തൈലമാണ് എനിക്കിഷ്ടമാണ്. അതായത് ഞാൻ നല്ല ഫേസ് ഭയങ്കര ഡ്രൈ ആണ്. ഇതിപ്പോൾ എത്ര തേച്ച് കഴിഞ്ഞാലും നാളെ ആകുമ്പോൾ മുഖം ഇങ്ങനെ പൊരിഞ്ഞു വരും. അതുകൊണ്ട് ഞാൻ വീക്കെൻഡൊക്കെ ഇതുപോലെ കുറേ എണ്ണയൊക്കെ മുഖത്തിടും. ഇതും ഇതേപോലെ തന്നെ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നതാണ്. ഫുൾ ആയുർവേദമാണ് കേട്ടോ. ഇതിനകത്ത് വേറെ ഒന്നുമില്ല, എല്ലാം ആയുർവേദിക് സാധനങ്ങൾ തന്നെയാണ്. ഈ ഫേസ് റോളർ ഡാലിയറ്റ് കെയർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചത് തന്നെയാണ്. അപ്പം ഇത് ഉപയോഗിക്കുമ്പോഴത്തേനും നമ്മുടെ മുഖത്തെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടും, ഡ്രൈനെസ് ഒക്കെ കുറച്ച് കുറയും. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഈ സാധനങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ആയുർവേദിക് സ്മെല്ല് ഇഷ്ടമുള്ളവർക്ക് മാത്രമേ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. തരുൺ ചേട്ടൻ ഈ മണം ഇഷ്ടമല്ല ഈ ഓയിലിൻ്റെ ഒന്നും. അപ്പോൾ ഇത് ഇഷ്ടമുള്ളവർ മാത്രം യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഈ റീസെൻ്റ്ലി ഞാൻ സ്റ്റാർട്ട് ചെയ്ത കാര്യമാണ് കേട്ടോ ഈ എപ്സം സോൾട്ടൊക്കെ ഇട്ട് കുളിക്കുന്നത്. ഞാനിത് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. പറ്റുന്ന എല്ലാവരും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ എപ്സം സോൾട്ടൊക്കെ ഒന്ന് ഇട്ട് കുളിച്ച് നോക്കണം. ഭയങ്കര റിലാക്സിങ് ആണ്. നമുക്ക് നല്ല ബോഡിക്ക് നല്ല ഇപ്പം ബോഡി പെയിനൊക്കെ ഉള്ളവർക്കാണെങ്കിലും ബോഡി കുറച്ചും കൂടെ മസിൽസൊക്കെ കുറച്ച് ഫ്രീ ആയ പോലെ തോന്നും. എനിക്ക് നല്ല ഇഷ്ടമായി. ഞാനിപ്പോൾ റീസെൻ്റ്ലി ആണ് തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ എല്ലാ വീക്കെൻഡും ഞാൻ ഇതിനു വേണ്ടി സമയം കണ്ടെത്താറുണ്ട്. നിങ്ങളും കാണും, നമുക്ക് വേണ്ടി കുറച്ച് സമയം എന്തായാലും സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ടബിലെ വെള്ളമൊക്കെ നിറയട്ടെ, നമുക്ക് കാശിക്ക് വേഗം ഒരു ദോശ ഉണ്ടാക്കിയിട്ട് വരാം. കാശിക്ക് ദോശ ഭയങ്കര ഫേവററ്റ് ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ദോശയ്ക്ക് അതൊരു മുട്ടയും കൂടെ അങ്ങ് മിക്സ് ചെയ്യും. എന്നിട്ട് ഒരു മുട്ട ദോശ ആക്കിയിട്ടാണ് ഇവന് കൊടുക്കുന്നത്. അതായത് മാവിനകത്താണ് ഞാൻ ഈ മുട്ട മിക്സ് ചെയ്യുന്നത്. ഇവനിങ്ങനെ ഇപ്പോൾ മുട്ടയുടെയൊക്കെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് അറിയാം. അപ്പോൾ ദോശയുടെ മുകളിൽ മുട്ട ഒഴിക്കുമ്പം എഗ്ഗ് എന്ന് പറഞ്ഞെടുത്ത് കളയാറുണ്ട്. അപ്പോൾ ഞാൻ എന്തെന്ന് വെച്ചാൽ ഇപ്പം ദോശമാവിലേക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചങ്ങ് ഒഴിക്കും. എന്നിട്ട് അത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഇവന് കൊടുക്കാറുള്ളത്. റബ്ബർ ബാൻഡൊക്കെ എടുത്ത് കാലെടുക്കും. ഒന്ന് കഴിച്ച് നോക്കട്ടെ, കൊള്ളാവോ നോക്കട്ടെ. ഒരെണ്ണം കഴിച്ചേ, കഴിക്കേ, കാണിച്ചേ, അമ്മ കാണിച്ചേ. ഇനി കുളിക്കാൻ പോണു. ഒരു അരമണിക്കൂർ സുഖമായി കുളിച്ചിട്ട് വരാം. കുളിയെ കഴിഞ്ഞു. അതാ ഞാൻ ഫേസിൽ ടോണറാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഇതും നാച്ചുറലാണ്, ആയുർവേദിക്കാണ്. ഇതെനിക്ക് തോന്നുന്നു റോസ് വാട്ടർ ടോണറാണെന്ന്. ഈ വീട്ടിൽ നിൽക്കുന്ന ദിവസം വേറൊന്നും അങ്ങനെ അപ്ലൈ ചെയ്യാറൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് മുഖത്ത് ഈ ടോണറൊക്കെ അപ്ലൈ ചെയ്യും, മുടിയൊക്കെ ചെയ്യും, കണ്ണെഴുതും. കണ്ണ് ഞാൻ എപ്പോഴും എഴുതാറുണ്ട്. ഇത് റെനേൻ്റെ കാജലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ ഒരുപാട് മാക്കിൻ്റെതും അതേപോലെ കൂടിയ ബ്രാൻഡ്സൊക്കെ യൂസ് ചെയ്തെങ്കിലും ഇത്രയും ജെറ്റ് ബ്ലാക്ക് കളറ് എനിക്ക് വേറെ കാജലിനൊന്നും കിട്ടിയില്ല. അതേപോലെ കണ്ണിന് ഇറിറ്റേഷനോ അങ്ങനെയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇതിനൊരു 200 രൂപയ്ക്ക് താഴെയാണ്. ഞാൻ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാനൊരു 10 എണ്ണം മേടിച്ചുകൊണ്ടാണ് വന്നത്. കാരണം എൻ്റെ വലിയ കണ്ണായതുകൊണ്ട് പെട്ടെന്ന് തീരും. പിന്നെ ഈ ലിപ് ബാം, ഇത് ലനേജിൻ്റെ ലിപ് ബാമാണ്. ഇത് നല്ലതാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് എന്തായാലും ട്രൈ ചെയ്യാം. ഭയങ്കര എഫക്റ്റീവായിരിക്കും. പാപ്പു കഴിച്ചാ? ഫുൾ ദോശ കഴിച്ചാ? എന്ത് ചെയ്യായിരുന്നു? സൂപ്പർ ഹീറോസിനോട് ഫൈറ്റ് ചെയ്യായിരുന്നാ? ടമ്മി ഫുള്ളായോ ദോശ കഴിച്ചിട്ട് കാശി? ഫുൾ? What did she do? She fought the animals. ഇപ്പം സമയം ഏതാണ്ട് 2:30 ആയിട്ടോ. ഞാനിപ്പോൾ ബിരിയാണി കഴിക്കാൻ പോണതേ ഉള്ളൂ. അവരൊക്കെ കഴിച്ചു കഴിഞ്ഞു. കുഴപ്പമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ ബിരിയാണീസ് അങ്ങനെ ഭയങ്കര ഇഷ്ടമല്ല. എനിക്ക് ആ ചിക്കൻ്റെ ഫ്ലേവർ എന്തോ അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ബിരിയാണി കഴിച്ചു. ഇനി വേറെ ഒന്നുമില്ല. ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ബിരിയാണി കഴിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുകയാണ്. കുളിയൊക്കെ എണ്ണയൊക്കെ ആയിട്ട് കുളിച്ച് കഴിയുമ്പോൾ പിന്നെ ഭയങ്കര ക്ഷീണമായിരിക്കും. എല്ലാവരും ഒരു ദിവസമെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. അതായത് നമ്മൾ സമയം കണ്ടെത്തണം നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഹായ് ഗായ്സ്, അപ്പം ഞാൻ ബിരിയാണി കഴിച്ചു. ശരിക്കും കഴിക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഉറക്കം വരുമായിരുന്നു. അപ്പോൾ ഇനി കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം. ഉറങ്ങി എണീച്ച് കഴിഞ്ഞാൽ വേറെ കുറേ പണികളുണ്ട്. കുറേ നനച്ച തുണികളൊക്കെ മടക്കി കയറ്റാനുണ്ട്.
പിന്നെ നാളത്തേക്കുള്ള എന്തെങ്കിലും ഒരു കറിയെങ്കിലും ഉണ്ടാക്കി വെക്കണം. അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. മിക്കവാറും എവിടെയും പോകുന്നുണ്ടാവില്ല വൈകിട്ട്. എനിക്ക് ഒരു ദിവസം ഇങ്ങനെ ഫുൾ വീട്ടിൽ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പണ്ടൊക്കെ എപ്പോഴും പുറത്തു പോകാനായിരുന്നു ഇഷ്ടം. പ്രായമായി തോന്നുന്നു ഇപ്പോൾ ഇങ്ങനെ വീട്ടിലിരിക്കാനൊക്കെയാണ് കൂടുതലും ഇഷ്ടം. വെറുതെ ഇങ്ങനെ കിടക്കാനും ചുമ്മാ ഇരിക്കുക, അതാണിപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോയിൽ കാണാം. കാശി ദോശ കത്തി കാശി എന്നാ കുത്തി കാശി കുളിച്ചു കാശി കാശിക്ക് ഹാൻഡില് വാഷ് ചെയ്ത് കാശി ഒന്നാം പോണ് ടാറ്റാ. കാശി നമ്മ വീട്ടിൽ അപ്പാപ്പു അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.